നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. പുറത്തേക്ക് ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചാലും അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലമോ സാമ്പത്തിക പുരോഗതിയോ ജീവിതത്തിൽ കാണുവാൻ കഴിയാത്ത അവസ്ഥ പലർക്കുമുണ്ട്. രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പണം കയ്യിൽ വന്നാൽ അതെങ്ങനെയാണ്, എങ്ങോട്ടാണ് ചെലവായി പോകുന്നത് എന്ന് പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. ഒരു വശത്ത് നമ്മളൊരു കടം തീർക്കാൻ വേണ്ടി ഓടുമ്പോൾ മറുവശത്ത് അതിനേക്കാൾ വലിയ മറ്റൊരു ബാധ്യത നമ്മുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ്. നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് അധ്വാനിച്ചിട്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിച്ചിട്ടും സ്വന്തം കയ്യിൽ ഒരു സമ്പാദ്യവും നിൽക്കാത്ത അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയാണ്. അത്തരത്തിൽ ജീവിതത്തിൽ ഒട്ടനവധി കടബാധ്യതകളും കുടുംബത്തിൽ എപ്പോഴും വഴക്കുകളും എന്ത് കാര്യം തൊട്ടാലും അതിലെല്ലാം പരാജയവും മാത്രം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഈശ്വര ഇങ്ങനെയൊരു ദുർവിധി എന്ന്. എൻ്റെ ഭാഗ്യമില്ലായ്മ കൊണ്ടാണോ എനിക്ക് മാത്രം ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തനിച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം നിങ്ങളുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടോ വിധി കൊണ്ടോ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ വീടിനുള്ളിലും നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾ പോലും അറിയാതെ നിലനിൽക്കുന്ന ചില കടുത്ത ദോഷങ്ങളും കാരണമാണ് നിങ്ങൾ ഇത്രയധികം ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും കുടുംബത്തിലെ അസ്വസ്ഥതകൾക്കും എല്ലാം കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ അദൃശ്യമായ നെഗറ്റീവ് ഊർജ്ജമാണ്. നിങ്ങൾ ഏതൊരു നല്ല കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും അതിൻ്റെ അവസാന നിമിഷം ഒരു തടസ്സം വന്നത് മുടങ്ങിപ്പോകുന്നത് ഈ ദോഷങ്ങൾ കാരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സർവ്വദോഷങ്ങളെയും നെഗറ്റീവ് ഊർജ്ജങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി വലിച്ചെടുത്ത് കളയുവാൻ സഹായിക്കുന്ന, നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ചിലവാക്കാതെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുത കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പഞ്ചഭൂതങ്ങളിലൊന്നായ ജലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ജലം. നാം പല പുണ്യസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ തീർത്ഥം കുടിക്കുവാനും പുണ്യനദികളിൽ കുളിക്കുവാനുമൊക്കെ അത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലെ സകല നെഗറ്റിവിറ്റികളെയും ഇല്ലാതാക്കുവാനും ദോഷങ്ങളെ കഴുകിക്കളയുവാനും ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് ജലം. ഇത് ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളിലും ജലത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ജലത്തിന് ഓർമ്മശക്തിയുണ്ട് എന്നാണ് ശാസ്ത്രം പോലും പറയുന്നത്. നമ്മൾ എന്ത് സങ്കല്പിച്ച് ജലത്തോട് പറയുന്നുവോ ആ സങ്കല്പത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും അതിനെ യാഥാർത്ഥ്യമാക്കുവാനും ജലത്തിന് സാധിക്കും. നിങ്ങളുടെ പാപങ്ങളെ ആയിരുന്നാലും നിങ്ങളിൽ നിലനിൽക്കുന്ന നെഗറ്റിവിറ്റി ആയിരുന്നാലും അതിനെ പൂർണ്ണമായും വലിച്ചെടുത്ത് കഴുകി മാറ്റാൻ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിന് കഴിയുമെന്നതാണ് സത്യം. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി ചെയ്യേണ്ട ഒരു ലളിതമായ കർമ്മമാണിത്. നിങ്ങൾ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ടിവിയോ മൊബൈൽ ഫോണോ ഒക്കെ മാറ്റിവെച്ച് ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്ന ആ അവസാന നിമിഷത്തിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണിത് രാത്രിയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിന് വലിയൊരു കാരണമുണ്ട്. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുകയും ഉപബോധമനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. പകൽ മുഴുവൻ നാം അനുഭവിച്ച ക്ഷീണവും വിഷമങ്ങളും മറന്ന് ശരീരം വിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരികയും ചുറ്റുമുള്ള ദുർശക്തികൾ ഏറ്റവും അധികം ശക്തിപ്പെടുകയും ചെയ്യുന്ന സമയമാണ് രാത്രി. ഈ രാത്രികാലങ്ങളിൽ നാം പുറത്തേക്ക് വിടുന്ന ആ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും വലിച്ചെടുക്കാൻ ഈ കർമ്മത്തിലൂടെ സാധിക്കും. നമ്മളിൽ പലർക്കും എന്തെങ്കിലും അസുഖമോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി നന്നായി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ പകുതി കുറഞ്ഞതായി തോന്നാറില്ലേ? അത് നമ്മുടെ ശരീരം സ്വയം ഭേദമാക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും കണ്ണുകിട്ടലും ശാപങ്ങളും ഒന്നും അങ്ങനെ വെറുതെ ഉറങ്ങി എഴുന്നേറ്റാൽ പോകുന്നതല്ല. അതിനെ വലിച്ചെടുക്കാൻ ഒരു മാധ്യമം വേണം. ആ മാധ്യമമാണ് നാം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ശുദ്ധജലം. ഈ കർമ്മം ചെയ്യുവാനായി നിങ്ങൾ ആദ്യം തന്നെ നല്ല വൃത്തിയുള്ള ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക. ചില്ല് ഗ്ലാസ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കാരണവശാലും ചില്ല് ഗ്ലാസ് ലഭ്യമല്ല എങ്കിൽ മാത്രം സ്റ്റീൽ ഗ്ലാസോ അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഗ്ലാസോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഈ കർമ്മത്തിൻ്റെ 100% ഫലം ലഭിക്കാൻ ഏറ്റവും ഉത്തമം ചില്ല് ഗ്ലാസ് തന്നെയാണ്. പ്ലാസ്റ്റിക് ഗ്ലാസുകളോ പാത്രങ്ങളോ ഒരു കാരണവശാലും ഇതിനായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി ഈ എടുത്തുവെച്ച ഗ്ലാസ്സിൽ നിറയെ ശുദ്ധമായ ജലം നിറയ്ക്കുക. നിങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളം ലഭിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി കിണർ വെള്ളമില്ലാത്ത ഫ്ലാറ്റുകളിലോ നഗരങ്ങളിലോ ഒക്കെ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പൈപ്പിൽ വരുന്ന വെള്ളവും എടുക്കാം.
ഇനി അതും സാധ്യമല്ലെങ്കിൽ മാത്രം കടയിൽ നിന്നും വാങ്ങുന്ന കുപ്പിവെള്ളം പുതിയതൊന്ന് പൊട്ടിച്ച് അതിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഗ്ലാസ്സിൽ 3/4 ഭാഗത്തിന് മുകളിലായി വെള്ളം നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ വെള്ളം നിറച്ച ഗ്ലാസ് നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ മേശയിലോ ടീപ്പോയിലോ വെക്കാവുന്നതാണ്. മേശയില്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ തലയുടെ ഭാഗത്തായി താഴെ വെച്ചാലും മതിയാകും. ഇത് വെക്കുമ്പോൾ ഗ്ലാസ് മൂടി വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, തുറന്നു തന്നെ വെക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെയോ പരമാത്മാവിനെയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വളരെ ശക്തമായി ഒരു കാര്യം മനസ്സിൽ സങ്കല്പിക്കണം. എന്നെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും, എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും പ്രവഹിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും, എൻ്റെ ചുറ്റുമുള്ള എല്ലാ ദുർശക്തികളെയും ഈ ജലം പൂർണ്ണമായും വലിച്ചെടുത്ത് എന്നെ ശുദ്ധീകരിക്കട്ടെ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ജലത്തെ ഒരു മാധ്യമമാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ സങ്കല്പത്തെ ആ ജലം 100% ഏറ്റെടുക്കും. നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളും ജീവിതത്തിൽ മാറിക്കിട്ടേണ്ട ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ സമയത്ത് ആ വെള്ളത്തിലേക്ക് നോക്കി മനസ്സിൽ പറയാവുന്നതാണ്. എൻ്റെ കടങ്ങളെല്ലാം തീർന്നു കിട്ടണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നന്നായി നടക്കണം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം എന്ന അതിയായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം തട്ടിമറിഞ്ഞു പോകാത്ത രീതിയിൽ സുരക്ഷിതമായൊരു ഭാഗത്ത് വെച്ച ശേഷം നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ എന്താകുമെന്നോർത്ത് ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ ആ ജലത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വേണം കണ്ണടയ്ക്കാൻ. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ആദ്യം തന്നെ ചെന്ന് നോക്കേണ്ടത് തലേ ദിവസം നിങ്ങൾ വെച്ച ആ ഗ്ലാസ്സിലേക്കാണ്. ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കുക. നിങ്ങൾ തലേ ദിവസം ഒരു കുമിള പോലും ഇല്ലാതെ വളരെ തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് വെച്ചതെങ്കിൽ രാവിലെ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ ചെറിയ ചെറിയ കുമിളകൾ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളത്തിന് മുകളിലോ ഗ്ലാസിൻ്റെ വശങ്ങളിലോ ആയി നിറയെ കുമിളകൾ കാണുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും വളരെ വലിയ തോതിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ആ ജലം വലിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. ചില സമയങ്ങളിൽ വെള്ളത്തിൻ്റെ നിറത്തിൽ ചെറിയൊരു മങ്ങൽ അനുഭവപ്പെടാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു നേരിയ പാട പോലെ എന്തെങ്കിലും രൂപപ്പെട്ടതായി കാണാം. ഇത്തരത്തിൽ കുമിളകളോ നിറവ്യത്യാസമോ മങ്ങലോ ഒക്കെ കാണുകയാണെങ്കിൽ അത് ഉറപ്പിക്കാം വലിയ രീതിയിലുള്ള ദോഷങ്ങളും ദുഷ്ടശക്തികളും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബാധിച്ചിരുന്നു എന്നും അതെല്ലാം ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില്ല് ഗ്ലാസ് വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. ചില്ല് ഗ്ലാസ്സിലൂടെ മാത്രമേ വെള്ളത്തിനുണ്ടായ ഈ മാറ്റങ്ങൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതൊന്നും കണ്ടില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ദോഷങ്ങളെ ആ ജലം സ്വീകരിച്ചിട്ടുണ്ടാകും. ഈ കർമ്മം ചെയ്ത ഗ്ലാസ്സിലെ വെള്ളം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു കാരണവശാലും നിങ്ങൾ മുഖം കഴുകാനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത്. ഈ വെള്ളം ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലെ സിങ്കിലേക്ക് ഒഴിച്ചു കളയുക, അല്ലെങ്കിൽ വീടിന് പുറത്ത് ആരും ചവിട്ടാത്ത ഏതെങ്കിലും മണ്ണിലേക്ക് ഒഴിച്ചു കളയാവുന്നതാണ്. എന്നാൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ തുളസി തറയിലോ തുളസി ചെടിയുടെ ചുവട്ടിലോ മറ്റ് പൂച്ചെടികളുടെയോ ഫലവൃക്ഷങ്ങളുടെയോ ചുവട്ടിലോ ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം മുഴുവൻ നെഗറ്റീവ് എനർജിയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം പവിത്രമായ ചെടികളുടെ ചുവട്ടിലൊഴിച്ചാൽ അത് ആ ചെടികളെ നശിച്ചു പോകാൻ കാരണമാകും. വെറുതെ കിടക്കുന്ന മണ്ണിലോ സിങ്കിലോ ഒഴിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കർമ്മം നിങ്ങൾ അടുപ്പിച്ച് 21 ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ 21 ദിവസം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ യാത്രയിലോ മറ്റോ ആയി മറന്നുപോയി എന്ന് വിചാരിക്കുക. അതിൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം മുതൽ അത് വീണ്ടും തുടരാവുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സമയത്ത് ഈ കർമ്മം ആരംഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ശരീരശുദ്ധിയുള്ള സമയത്ത് ഈ കർമ്മം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആർത്തവം വന്നാൽ നിങ്ങളിത് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. തുടർച്ചയായി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് വ്രതങ്ങളോ ഉപവാസങ്ങളോ കഠിനമായ പൂജാവിധികളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിന് വേണ്ടത് പൂർണ്ണമായ വിശ്വാസവും നിങ്ങളുടെ സമർപ്പണവും മാത്രമാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് ദിവസം വേണമെങ്കിലും ഈ കർമ്മം ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇതിന് പ്രത്യേകമായി ഇന്ന ദിവസം വേണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തിയാക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ആദ്യത്തെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇന്നലെ വരെ ജീവിതത്തെക്കുറിച്ച് വലിയ ഭയവും ആശങ്കയും ഉണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തോ വലിയൊരു ഭാഗ്യം വരാൻ പോകുന്നു എന്നൊരു ആത്മവിശ്വാസം നിറയും. സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി മാറിവരും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാം. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങും.
വീട്ടിലെ വഴക്കുകളും അസ്വസ്ഥതകളും മാറി അവിടെ ഒരു പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ ഈശ്വരൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈശ്വരൻ നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും മാറ്റി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വലിയ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ദുരിതങ്ങൾ അനുഭവിക്കുന്ന മറ്റാളുകളിലേക്കും പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതത്തിലെ വലിയൊരു ഇരുട്ടിനെ മാറ്റാൻ കാരണമായേക്കാം. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ ഈ വീഡിയോയുടെ താഴെയായി നിങ്ങളുടെ പേരും ജനിച്ച നക്ഷത്രവും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് സകല ഐശ്വര്യവും ഉണ്ടാകുവാനായി നമ്മുടെ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സർവ്വ ഐശ്വര്യവും ഉണ്ടാകട്ടെ. നമസ്കാരം.